സാറേ എന്നെ മനസ്സിലായോ? നിന്നോടല്ലേ ഞാൻ ചോദിച്ച ആരാ? ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റോറി പറയാൻ വേണ്ടി വന്നിരുന്നു. നീ നല്ലാശല്ലടാ? അതെ 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 സാറേ, ഞാൻ പുതിയൊരു സ്റ്റോറി കിട്ടിയിട്ടുണ്ട്, അത് വന്ന് പറയാന്ന് ഓർത്തിട്ടായിരുന്നു. നിന്റെ സ്റ്റോറി കൊണ്ട് കിടന്ന് എന്റെ തലയടിച്ചു പൊട്ടിക്കും. അയ്യോ അങ്ങനെ പറയരുത് സാറേ, ഇത് പുതിയ സ്റ്റോറിയാണ്, ത്രില്ലറാണ്. സാറ് കേട്ടാ ഞെട്ടും. എനിക്ക് എന്റെ കഥയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. അല്ല അങ്ങനെ പറയരുത് സാറ്, എനിക്കൊരു 5 മിനിറ്റ് സമയം തന്നാൽ മതി സാറ്. നീ നിന്റെ ഉടായ്പ കൊണ്ടാണ് നീ വരണേ? അല്ലല്ല, ഇത് ഒരു കഥയിൽ നിന്നും അടിച്ചു മാറ്റിയല്ല. ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളുമായിട്ട് ഈ കഥാപാത്രങ്ങൾക്ക് സാമ്യമില്ല, അത് ഞാൻ ഉറപ്പുവരാം. നിന്നോട് അന്ന് ഞാൻ പറഞ്ഞല്ലടാ നിന്റെ ഉടായ്പ കണ്ടിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. അല്ലാതെ നിനക്ക് കൊള്ളാം, നീ നിന്റെ തലയെ അടിച്ചു പൊട്ടിക്കും. ഒരു കാര്യം ചെയ്യും, ഇന്ന് നീ ഒരു 12 മണിയാകുമ്പോ ഓഫീസിലേക്ക് വാ. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ ഞാൻ ഡയറക്ടറിനെ ആയിട്ടേ വരാം കേട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. എൻ്റെ നൻപൻ്റെ എത്ര കൊല്ലത്തെ സ്വപ്നമാണെന്നറിയാം ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. അവസാനം അവന് നേടിയെടുത്തു. നമുക്കൊക്കെ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേടി? നിന്റെ മുഖത്ത് ചേട്ടാ പറ്റി, നീ എന്താ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നേ? ഇടി എന്താവാ ഇടി, എന്നാ നിന്റെ പ്രശ്നം എന്നാന്ന് പറ. ഇടി പ്രശ്നം എന്നാന്ന് പറഞ്ഞാലല്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ആയോ? നീ കാര്യം പറ എന്നാന്ന്. എന്റെ മനുഷ്യ, നിങ്ങളുടെ ആ നൻപന്റെ നല്ല ആക്ഷൻ കൂടി പറഞ്ഞു നിങ്ങൾ കേട്ടതല്ലേ? ഞാൻ കേട്ടു. അവർ സിനിമ എടുക്കാൻ പോവാ, നല്ല കാര്യമല്ലേ? അവൻ 10-20 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു സിനിമ ആഗ്രഹിച്ച് സിനിമ എടുക്കണമെന്നും പറഞ്ഞ് അവനൊരു ചാൻസ് കിട്ടുന്നത് നല്ല കാര്യമല്ലേ? നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ? എനിക്ക് അത്ര നല്ല കാര്യമായിട്ടൊന്നും തോന്നണമെന്നില്ല. അതിനാ നിനക്ക് തോന്നാത്ത? കുശുമ്പ് അത് അല്ലാതെ പിന്നെ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തന്നെ പറയാളൂ എനിക്ക് കുശുമ്പ്. പിന്നെ അല്ലാതെ എന്തുവാ? അവന് സിനിമ എടുക്കാൻ പോകുന്നതിന് നീ എത്ര മുഖം മുറിപ്പിച്ചോണ്ടിരിക്കുന്നേ? എന്നാന്ന് പറ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തിനേ എടി? അവൻ സിനിമ എടുത്ത് രക്ഷപ്പെട്ടിട്ട് ജീവിതത്തില്, അതിന് നീ എത്ര ദേഷ്യപ്പെടുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ നൻപന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടും കൂടെ അന്ന് ഓഡീഷന് പോയി നിങ്ങൾക്ക് ഓർമ്മയൊന്നുമില്ലേ? പോയി. നിനക്ക് ചാൻസ് കിട്ടിയല്ലോ, പിന്നെന്നാ? എന്റെ അഭിനയം നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ട് ഇപ്പൊ ഉണ്ടല്ലോ, അവൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ ആരാ നായിക ഉണ്ടാവാൻ പോണത്? ആരാ? ആ ശോഭന. ആവട്ടെ, അതിനെന്നാ? എനിക്ക് അവളെ ഇഷ്ടല്ല. എടി എന്തും കൊണ്ട് അവൻ സിനിമ എടുക്കരുത്, അവൻ നായികയാകരുത് എന്നൊക്കെ പറയുന്നത് ഏത് വിധത്തിലാടി ന്യായം? ഇത് മുടക്കണം എന്ന് പറഞ്ഞ മുടക്കണം. അവൻ അങ്ങനെ സിനിമ എടുക്കണ്ട. എടി അവന്റെ 10-25 വർഷത്തെ ആഗ്രഹം ഇത് മുടക്കാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേടി? എങ്ങാനും ആ ശോഭന എങ്ങാനും നായിക കഴിഞ്ഞാൽ എന്റെ മുന്നിൽ കൂടെ നടക്കുന്നത് എന്തൊരു അഹങ്കാരമായിരിക്കും അവൾക്ക്. ഈ എന്തിനാ ഈ എഴുതാപ്പുറം വായിക്കുന്നേ? ഇനി അവന് അഡ്വാൻസ് കിട്ടണം, അവന് ഷൂട്ട് തുടങ്ങണം, ഒരു സിനിമ എടുക്കണം, എന്നിട്ട് അവരൊക്കെ കൂടെ തീരുമാനിക്കണം ഇവളാണ് നായികയാകുക എന്ന്. അതിന് പ്രൊഡ്യൂസർ സമ്മതിക്കണം. ഇത് എത്ര വലിയൊരു പ്രോസസ്സാ. നീ ഇപ്പൊ തന്നെ തീരുമാനിച്ച് അവള് ഹീറോയിനായി, അവള് നിന്നെ റെസ്പെക്ട് ചെയ്യത്തില്ലെന്ന്. ഇതെന്താ പാടി ഇതൊക്കെ? അവളുടെ സ്വഭാവം നിങ്ങൾക്ക് നന്നായി അറിയുന്നല്ലേ? അല്ലെങ്കിലേ അവൾക്ക് തലയ്ക്ക് പിടിച്ച അഹങ്കാരമാണ്. ഈ സിനിമ നടി കൂടി ആയിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒന്നും പറയണ്ട, അവള് കൊമ്പത്തായിരിക്കും. ഞങ്ങളുടെ തമിഴ്നാട്ടിലൊക്കെ പറയും പെൺബുദ്ധി പിൻബുദ്ധി. ശരിയാ. ഈ നല്ലതൊന്നും ചിന്തിക്കരുത് നിങ്ങൾ ഈ അവൾ ഇത് എന്നെ റെസ്പെക്ട് ചെയ്തില്ല, അവൻ നന്നാവരുത്. ഇതൊക്കെ എവിടുത്തെ ചിന്തയാണ് ഇതൊക്കെ? എന്റെ മനുഷ്യ, നിങ്ങൾ ഞാൻ പറയണമെന്ന് കേൾക്കോ? അവൻ എങ്ങനെ സിനിമ എടുത്ത് വലിയൊരു സംവിധായകനായിട്ടുണ്ടെങ്കിലോ നിങ്ങളെ തിരിഞ്ഞ ഓർമ്മ നോക്കില്ല. എന്റെ നൻപൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അവൻ വലിയൊരു സംവിധായകനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു, നിങ്ങൾ വരുമ്പോ നിങ്ങൾ എന്നെ മനസ്സിലായടാന്ന് ചോദിക്കുമ്പോ ആരാന്ന് അവൻ ചോദിക്കും. അങ്ങനെയൊക്കെ നടക്കുവോ? നടക്കും. എന്റെ നൻപൻ അങ്ങനെ ചെയ്യത്തില്ലടി. ഇനി നോക്കിക്കോ, അവർ രണ്ടുപേരും ആ വീട് കാലിയാക്കിട്ട് പോകും, നിങ്ങളെ തലയും കൈ വെച്ച് ഇരിക്കേണ്ടി വരും അവിടെ. ഞാൻ എവിടെ പോയിട്ടോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കങ്ങ് മുടക്കാം. ഈ സിനിമ നടക്കാൻ ഞാനും സമ്മതിക്കില്ല. അതെന്താ? ഈ സിനിമ നടന്നാലേ സുബ്ലുവും എൻ്റെ ശോഭന മോളും തമ്മിൽ കൂടുതലായിട്ട് അടുക്കും. അതെൻ്റെ മിസ്സിനെ ബാധിക്കും. നിങ്ങളോട് കട്ടയ്ക്ക് ഞാനുണ്ട്. നമുക്കങ്ങ് മുടക്കാം. അത് തന്നെ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ അപ്പൊ ഇരുന്ന് നൻപൻ എന്ന് പറഞ്ഞോണ്ടിരിക്കാം. മുടക്കണം എന്ന് പറഞ്ഞാൽ മുടക്കണം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും പഴയ ആ ഫയല് മാറ്റി ഈ ഫയല് ഇട്ടത് നന്നായി, അല്ലെങ്കിൽ ആ പുള്ളി ആട്ടി തുപ്പി വലിച്ചെറിയും. നീ എങ്ങോട്ടായി പോകുന്നേ? കയറി നീ വിടിരി ബായി വിടി. വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി. വേണ്ട, നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ചെന്ന് പറയാം. എന്ത്? നിന്നെ കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. നീ വിടിരി. സാധനം ഞാൻ റെഡി ആക്കിയിട്ട് വരാം. അല്ല ഞാൻ റെഡി ആക്കിയിട്ട് വരാം.
നമുക്ക് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ നിന്ന് അവർ താമസം മാറും, അവൻ്റെ ജാടയും മാടയൊക്കെ ഞാൻ പിന്നെ കാണേണ്ടി വരും. എനിക്കിഷ്ടമല്ല, അവൻ രക്ഷപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. രക്ഷപ്പെടരുത്. അതാണ് നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് വേണം. ഞാൻ കട്ടയ്ക്ക്, നമുക്ക് മാർഗമല്ല, ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യമാണ് നമ്മളെ പ്രാധാന്യം. അമ്മ പിടികിട്ടി, അത് മതി. നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഞാൻ എങ്ങനെയും നളിനാക്ഷനെയും കൊണ്ട് പോവാം, നിങ്ങളെ മറ്റവൻ്റെ കൂടെ വിടാൻ. ഞാൻ ആരെ? സുബ്ലുവിൻ്റെ കൂടെ. നിങ്ങൾ വേണ്ട രീതി കാര്യങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്തു. തീർച്ചയായിട്ടും വേണം, എന്നാലേ എൻ്റെ പ്ലാനിങ് വർക്കൗട്ട് ആവുള്ളൂ, ഇത് എൻ്റെ ഈ മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. പാളരുത്, നമ്മൾ ഇത് പാടൂല, സെറ്റാക്കി എടുക്കണം. സെറ്റാക്കി എടുക്കും. ഓക്കെ ആണേ? അവസാനം ഇത് കയ്യിൽ നിന്ന് പോയാൽ ഉണ്ടല്ലോ, കുറെ വർഷത്തെ ഫ്രണ്ട്ഷിപ്പാ, അവസാനം എല്ലാം വെറുതെ ആയിപ്പോ. തുമ്മിയത്തിരിക്കണ മൂക്കാണ് പോട്ടെ. ആണോ? ഹാസനെയും സുബ്ലുവിനെയും തമ്മിൽ തിരിച്ച് വിടും ഞാൻ. ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ ഞാൻ. ഇരുന്നോ? ആ, ഈ പ്രാവശ്യം ബാഹുബലി ആയിരിക്കും. രാജമൗലി അറിഞ്ഞാവോ? ഇല്ല സാർ, പുള്ളിയെടുത്ത് പറയാതല്ല, വേറെ കഥയാ സാർ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. സാറിന് അല്ല സാർ, ഇപ്രാവശ്യത്തെ എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റാ. ഞാൻ ഡയറക്റ്റ് സാറിൻ്റെ അടുത്ത് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇൻഡയറക്റ്റ് ആയിട്ട് അറിയും, അപ്പുറത്ത് വെച്ചിട്ട് തന്നെ എന്നെ കണ്ടിട്ടുണ്ടാവുക അല്ലേ? ഇല്ല സാർ. പറ 5 മിനിറ്റ് തരും, അതിനുള്ളിൽ കഥ പറഞ്ഞെടുത്തില്ലെങ്കിൽ തന്നെ വെട്ടിക്കുഞ്ഞ് കുളിച്ചിട്ട് ഞാൻ. ഈ കഥ തുടങ്ങുന്നത് ഇടുക്കിയിൽ എരൂർ എന്ന് പറയുന്ന സ്ഥലം. സാറേ ഇതാണ് എൻ്റെ കഥ. ഒരു കുഞ്ചൻ നമ്പ്യാരേക്കാൾ അടിപൊളി സ്ക്രിപ്റ്റ്, അടിപൊളി സ്റ്റോറി അല്ലേ? ഇത് നമുക്ക് എന്തായാലും ചെയ്യണം. സാർ കാര്യമായിട്ടെന്ന് പറയുന്നത്? അതിന് അയ്യോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. 100 കോടിയില്ല, 150 കോടിയില്ല, 1000 കോടി അടിക്കും. ഉറപ്പായിട്ടും അടിക്കും സാർ, അതാണ് ഞാനും പറഞ്ഞത്. താങ്ക് യു സാർ. നമുക്കിത് എന്തായാലും പൊളിക്കണം. നാളെ രാവിലെ ഉച്ചയ്ക്ക് 12:30 നമുക്ക് ഒരു മീറ്റിംഗ് ഇരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം, പാട്ടെടുക്കണം. താൻ തന്നെ ഡയറക്ടർ, ആ മണ്ട തന്നെ ബാക്കി കാര്യം നോട്ടെ. നളിനാക്ഷനോ എന്താ ആക്ഷനോ അയാളും കൂടെ കൂട്ടി. താങ്ക് യു സാർ. ഓക്കെ ആയാലും ഇല്ലേലും ഒരു കാരണവശാലും നമ്മൾ ഇത് സമ്മതിച്ചു കൊടുക്കരുത്, നമ്മളിത് മുടക്കണം. കടിച്ചു തുപ്പണം നമുക്ക്. നിങ്ങളുണ്ടല്ലോ എൻ്റെ കൂടെ കട്ടയ്ക്ക്. ഇത്രയും നേരമായിട്ടും വരുന്നു. മച്ചാനെ എന്തായി? നമ്മുടെ സ്ക്രിപ്റ്റ് അപ്രൂവലായി, പൊളിച്ച്. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ആരെങ്ങനെ ഇവന്റെ കൂടെ വന്ന ഇവിടെ? ഞാനേ സുബ്ലുമോനെ, ഞാൻ സോമക്ക് ഒരു ഗുലാബ് ജാമും വേണമെന്ന് പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി. മെറ്റീരിയൽ എടുക്കാൻ മുത്തിൻ്റെ കൂടെ നടക്കുന്നേ? അത് പോട്ടെ, നമുക്ക് ഈ സ്ക്രിപ്റ്റൊക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് ആഘോഷിക്കണ്ടേ? നാളെ ഞങ്ങൾക്ക് അഡ്വാൻസ് കിട്ടും. അത് കുഴപ്പമില്ല, നമുക്കൊരു കുപ്പിയൊക്കെ എടുത്ത് ചിക്കനൊക്കെ മേടിച്ച് ഇന്ന് രാത്രി പൊളിക്കാം. നമുക്ക് വൈബ്. റൈറ്റർ വാട്ട് റെഡിയാക്കാൻ നമ്മുടെ കാര്യമില്ലേ? കാര്യം ചെയ്യാൻ ഇയാളെ വിളിച്ചോണ്ട് വന്നത് നീ കാര്യമായി, ഞാൻ അത് പറയാനും മറന്നുപോയി. ഇയാൾക്ക് ലിസ്റ്റ് കൊടുത്താൽ പോരെ? സാധനങ്ങളെല്ലാം മേടിച്ച് ഇയാൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ 1 മണിക്ക് പരിപാടി തുടങ്ങിയാൽ 10 മണിയാകുമ്പോൾ തീരും. എടാ, ഇയാളെ ഈ വൃത്തികെട്ട ഫുഡ് നമ്മൾ ദിവസവും കഴിക്കുന്നുണ്ടല്ലോ, ഇന്നും അത് തന്നെ കഴിക്കണോ? കള്ളു കുടിക്കുമ്പോഴെങ്കിലും നല്ല ആഹാരം കഴിക്കാവിടാ. നമുക്കൊരു ബടാകാനെ പുറത്തുനിന്നാക്കാം. അതാണ് അതിന്റെ ശരി. സുബ്ലുമോനെ, ഇന്ന് പുറത്തുനിന്നാക്കാൻ താൻ കള്ളു കുടിക്കത്തില്ലല്ലോ? അല്ല, ചില നിശ്ചിത സമയങ്ങളിൽ ഞങ്ങൾക്ക് ബ്രാഹ്മണന്മാർക്ക് അത് വേണമെങ്കിൽ മാറ്റാം. ഇത് എവിടുത്തെ നിയമമാ? പണ്ട് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇയാളെ മൊത്തത്തിലൂടെ ഇന്നൊരു ദിവസത്തേക്ക് പോട്ടെ, നല്ലൊരു ദിവസമല്ലേ ഇവിടെ. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവനെയും കൊണ്ടുപോയി ഞാൻ കുപ്പി എടുക്കാം. നിങ്ങൾ എന്താ പോയി ചിക്കൻ ബീഫ് എല്ലാം മേടിച്ചോണ്ട് എന്താടാ കാശ് വീട്ടിലിട്ടേ? എടാ ഒന്ന് കൊടുത്തരും, ഞാൻ തന്നേക്കാം. നിനക്കേ തരാം. ശരി. ഞങ്ങളിത് പൊളിക്കും, ഞാൻ സുബ്ലുമോനും. എടാ ബൈക്കിന്റെ ചാവി എടുത്തോണേ. കാര്യം ചെയ്യാം, അവരങ്ങോട്ട് പോകും. നമുക്ക് അന്ന് ഇവിടെ പോയി സാധനം മേടിച്ചു തരാം. കാര്യം ചെയ്ത് ബൈക്ക് വെച്ചോ. അല്ലേ വേണ്ട, ഇവിടുത്തെ എന്നെ എനിക്ക് വിശ്വാസമില്ല. കള്ളപ്പെട്ടത്തലേ. അപ്പൊ ഞാനെന്ത് ചെയ്യണം? അവിടെ നില്ല, ഞാൻ ബൈക്ക് എടുത്തോണ്ട് വരാം. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവുമോ? അല്ല, നൃത്തം മാത്രം ആവുമോ? വീട്ടിലോട്ട് വരുന്നുണ്ടോ? തലവേദനയ്ക്ക് ആരാ വിളിച്ചോണ്ട് വന്നതെന്നാ എനിക്കറിയാം.